ഈ നിരോധന കാലത്ത് കസ്റ്റംസ് പിടികൂടിയ സവാള കണ്ടെയ്നറുകൾ അത് ഈ വല്ലാർപാടം ടെർമിനലിൽ കെട്ടിക്കിടക്കുകയാണ്. സവാളയാണ് അത് ഈ കെട്ടിക്കിടക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അവിടം കേന്ദ്രീകരിച്ച് കയറ്റുമതി നിരോധനമുള്ള ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ ധാന്യങ്ങൾ, മറ്റ് വസ്തുക്കൾ ഇവയൊക്കെ തന്നെ നികുതി വെട്ടിച്ചുകൊണ്ട് കടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും 4.5 കോടി രൂപ വില വരുന്ന അരിയാണ് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. അത് കസ്റ്റംസ് ഇന്റലിജൻസിന്റെ ഒരു സംയോജിതമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അത് തടയുവാൻ സാധിച്ചു. നേരത്തെ തന്നെ, അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ തന്നെ ടെർമിനലിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2023 ഡിസംബർ 8 ഈ സവാള നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതിനുശേഷം കഴിഞ്ഞ മെയ്യിൽ ഈ നിരോധനം നീക്കിക്കൊണ്ട് ടണ്ണിന് ഏകദേശം 45,000 രൂപയിലധികം വില ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ നിരോധന സമയത്ത് പിടിച്ചെടുത്ത ഏകദേശം 3 കണ്ടെയ്നറുകളിലുള്ള സവാള ഇപ്പോഴും വല്ലാർപാടത്ത് കെട്ടിക്കിടക്കുകയാണ്. സാധാരണഗതിയിൽ ഇതിന്റെ ഒരു നടപടിക്രമം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് കസ്റ്റംസ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിൽ ഈ വിഷയം എത്തുകയും ഒരു പിഴത്തുക നിശ്ചയിച്ച് അത് ഈടാക്കിയതിനു ശേഷം ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിട്ടുകൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ കെട്ടിക്കിടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തുടർ നടപടികൾ വൈകുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളിൽ കടത്തുവാൻ ശ്രമിച്ച ആളുകൾ ഈ നിലവിലുള്ള വസ്തുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സവാള, പഞ്ചസാര, അതോടൊപ്പം തന്നെ അരികൾ അതിന്റെ ടെർമിനലിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ ഉപ്പ് ചാക്കുകൾ എന്നൊരു വ്യാജേനയായിരുന്നു അരി കടത്തുവാൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ പഞ്ചസാര അത് നിരോധനം ഏർപ്പെടുത്തിയ സമയത്തും ഇത്തരത്തിൽ കടത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ പഞ്ചസാരയാണെങ്കിലും സവാളയാണെങ്കിലും ഈ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ തന്നെ ടെർമിനലിനുള്ളിൽ കെട്ടിക്കിടക്കുന്നത് ഒരു വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും കസ്റ്റംസ് ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനകൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഈ നികുതി വെട്ടിച്ചുകൊണ്ടുള്ള കയറ്റുമതി നിരോധന ഉൽപ്പന്നങ്ങൾ അത് കടത്തുവാനുള്ള ഒരു ശ്രമം അത് വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ കർശനമായിട്ടുള്ള നിരീക്ഷണം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ.